ഹലോ. അപ്പോഴേ ഇന്നലെ നമ്മളെ കടയിൽ ഉണ്ടാക്കിയ മുട്ടക്കറി കണ്ടത് നല്ല കുറുകിയ ചാറോടുകൂടി നല്ല ടേസ്റ്റോടുകൂടി ഉണ്ടാക്കിയ മുട്ടക്കറിയാണ്. ഇതിൽ ഞാനേ ടേസ്റ്റ് കൂട്ടാൻ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത്ര നാളുണ്ടാക്കിയ മുട്ടക്കറിക്ക് ടേസ്റ്റ് ഇല്ലേന്ന്. പക്ഷേ അതിനെക്കാട്ടും ടേസ്റ്റ് ഉണ്ട് ഈ ഒരു മുട്ടക്കറിക്ക് ഞാൻ നോക്കിയിട്ട്. അപ്പം ഞാൻ ഓർത്തേ എന്നാൽ പിന്നെ നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാമല്ലോ. എന്നാൽ പിന്നെ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഇനി നമുക്ക് ഉരുളി അടപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് പെരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുത്താൽ ആ പെരിഞ്ജീരകം പൊട്ടിക്കഴിഞ്ഞ ശേഷം നമുക്ക് 1 കിലോത്തോളം സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മുട്ടക്കറിക്ക് അധികം സവാളയുടെ ആവശ്യമില്ല. 1 കിലോ സവാള ഉണ്ടെങ്കിൽ തന്നെ കൂടുതലായിട്ട് നമുക്ക് മുട്ടക്കറിയുടെ ഗ്രേവി ഉണ്ടാവും കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, സവാള അരിയുമ്പോൾ ഒരേപോലെ തന്നെ സ്ലൈസായിട്ട് അരിഞ്ഞെടുക്കണമെങ്കിൽ നമുക്ക് സവാള നന്നായിട്ട് വഴണ്ടും കിട്ടും, അതേപോലെ നല്ല ഗ്രേവിയും ഉണ്ടാവും ഈ ഒരു സവാളക്ക്. അപ്പം ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് സവാള വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ കടയിൽ പാചകം ചെയ്യുന്ന ചേട്ടൻ ഇന്നലെ ലീവായിരുന്നു. അപ്പോൾ ഫുള്ളായിട്ട് പാചകം ഞാൻ തന്നെയായിരുന്നു ചെയ്തിട്ട്. അങ്ങനെ ഞാനെന്താ അപ്പുറത്ത് പുട്ടുണ്ടാക്കാനായിട്ട് വെച്ച് കൊടുത്തേക്കണേണ്. അപ്പോൾ അതൊന്ന് കുത്തണം. അതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ സവാള വറ്റി കൊടുക്കണം കേട്ടോ. അപ്പം ഞാൻ ഓർത്തൊന്ന് മൂടി വെച്ച് കൊടുക്കണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് വഴണ്ടി കിട്ടും. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ഞാനൊന്ന് മൂടിയൊക്കെ ഒന്ന് തുറന്ന് നോക്കിയപ്പോഴേക്കും സവാള നന്നായിട്ട് ഒന്ന് വഴണ്ടി ഇട്ടിട്ടുണ്ട്. കണ്ട, ചില സമയത്ത് ഞങ്ങൾ കുക്കർ അടിച്ചിട്ടും മുട്ടക്കറി ഉണ്ടാക്കേണ്ടത് ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ തക്കാളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തേക്കണത്. ഞാനപ്പോൾ ഇത് മാത്രമല്ല വഴറ്റിക്കൊണ്ടിരുന്നത്. ഇവിടുത്തെ 5 അടുപ്പിലും സാധനങ്ങൾ കയറിയേക്കണായിരുന്നു. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കറികളൊക്കെ ആക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ചേച്ചി എനിക്ക് തക്കാളിയും പച്ചമുളകും അരിഞ്ഞത്. അപ്പം ഞാൻ നോക്കുമ്പോഴാണ് ഒരു തക്കാളിയുടെയും കൂടി കുറവുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിലേക്ക് ഒരു തക്കാളിയും കൂടി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടി വഴണ്ടി കിട്ടാനുണ്ട് കേട്ടോ. അതാ ഇതേപോലെ വഴണ്ടി കിട്ടിയപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആദ്യം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഇതൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ആ ഒരു പച്ചക്കുത്തലൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞ ശേഷമാണ് ഇതിലേക്ക് നമ്മൾ ബാക്കിയുള്ള പൊടികളും കൂടി ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു മുട്ടക്കറിക്ക് അധികം എരിവൊന്നും ഞാൻ ചേർക്കണില്ല. അപ്പം 2 സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടിയും 2 സ്പൂൺ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതോ എൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിയാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്നും കൂടി മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതവിടെ ഇരിക്കട്ടെ. കുറച്ച് സമയത്തിന് ശേഷം നമുക്ക് ഒന്നും കൂടി തുറന്ന് നോക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ സവാളയുടെയൊക്കെ എണ്ണയൊക്കെ തെളിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. കറികളൊക്കെ പാചകം ചെയ്യുമ്പോൾ കൂടുതലും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിക്കാൻ നോക്കാം. അങ്ങനെയാണെങ്കിൽ കറികൾക്കൊക്കെ കൂടുതൽ ടേസ്റ്റ് കിട്ടും. ഇപ്പം നമ്മൾ ഈ ഒരു മുട്ടക്കറിക്ക് ടേസ്റ്റ് കിട്ടാനും അതേപോലെ നല്ല കുറുകിയ ചാറോടുകൂടി കിട്ടാനും വേണ്ടിയിട്ട് നമ്മളിതിൽ ചേർത്ത് കൊടുത്തത് വേറൊന്നുമല്ല, നമ്മുടെ മിൽമ പാക്കറ്റ് പാലില്ലേ അതാണ് ചേർത്ത് കൊടുക്കണം. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നമ്മൾക്ക് എന്തോരം വേണം നമ്മളുടെ ഗ്രേവി അതിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഇത്രയും ഗ്രേവി ഒന്നും പോരാ. ഞാനിതിൽ കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കും കേട്ടോ. ഇനി ഇതിൽ ലേശം പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളിതിൽ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് എന്തോരം ഗ്രേവി വേണോ അതിനനുസരിച്ച് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാൻ നോക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കട്ടി തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു തേങ്ങാപ്പാലും പാലും ഒക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല തിക്ക് ഗ്രേവി ആയിരിക്കും കേട്ടോ നമുക്ക് കിട്ടണത്. ഇങ്ങനെ ചെയ്യണമെങ്കിൽ അധികം സവാളയുടെയും ആവശ്യം ഉണ്ടാവില്ല. അതേപോലെ തന്നെ നമ്മൾക്ക് എത്രത്തോളം ചാറ് വേണമെന്ന് വെച്ചാൽ ചൂടുവെള്ളം ഇതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കിയപ്പോൾ എല്ലാം കറക്റ്റായിരുന്നു. ഒന്നും കുറവൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം എനിക്ക് ഈ ഒരു മുട്ടക്കറി എന്ന് വെച്ചാൽ 26 മുട്ടക്കറി ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ നോക്കിയപ്പോൾ ഞാൻ എണ്ണി നോക്കിയായിരുന്നു കേട്ടോ. അതുകൊണ്ടിട്ടാണ് പറഞ്ഞത്. അപ്പം ഞാനിതിലേക്ക് പുഴുങ്ങിയ മുട്ടയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് പൊറോട്ടയുടെ കൂടെയോ അപ്പത്തിൻ്റെയോ പുട്ടിൻ്റെയോ എന്തിൻ്റെ കൂടെയും കഴിക്കാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാനിത് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒന്നും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, ആ എണ്ണയൊക്കെ തെളിഞ്ഞ് കിട്ടിയാലല്ലേ ഒരു നല്ല ഭംഗി ഉണ്ടാവുള്ളൂ ഫോട്ടോ ഒക്കെ എടുത്ത് കാണിക്കുമ്പോൾ. അങ്ങനത്തെ നോക്കുമ്പോഴേ നല്ല ഭംഗിയായിട്ട് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇളക്കി കൂട്ടാത്ത വേറെ ഒന്നുമല്ല, മുട്ട ഇങ്ങനെ പൊന്തി നിൽക്കുമ്പോൾ ഫോട്ടോ എടുക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവുമല്ലോ എന്ന് ഓർത്താൽ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞ് അപ്പം ഞാൻ ഓർത്ത് എന്ന് ഇളക്കി കൂട്ടിയിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിക്കണമെങ്കിലും കാണിച്ചു തരാമെന്ന് ഓർത്താ. നല്ല കുറുകിയ ചാറോടുകൂടി നമ്മുടെ മുട്ടക്കറിയാണ് ഇവിടെ കിട്ടിയേക്കണത്. ഈ ഒരു മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ നിങ്ങളിപ്പോൾ വിചാരിക്കും ഇവള് പറയുന്നുണ്ട് തേങ്ങാപ്പാലും വേണം പാക്കറ്റ് പാല് വേണം, രണ്ടിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു മുട്ടക്കറി തയ്യാറാക്കാൻ പറ്റും. വേറെ ഒന്നുമല്ല ഞാൻ പറഞ്ഞത്, നമ്മളുടെ കടയിലേക്ക് വേണ്ടിയിട്ടാകുമ്പോൾ
കൂടുതൽ നമുക്ക് ക്വാണ്ടിറ്റി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് രണ്ടും ചേർത്ത് കൊടുക്കണത് കേട്ടോ. അപ്പം വീട്ടിലൊന്നുള്ളെങ്കിൽ ആ ഒന്ന് വെച്ചിട്ടായാലും ചെയ്യാവുന്നതാണ്. പറഞ്ഞ് കാര്യങ്ങൾ പറയാൻ വിട്ടു. വേറെ ഒന്നുമല്ല, നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും അതേപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇത്ര നേരം നമ്മളുടെ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ.